ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. അവലും ഏത്തപ്പഴവും മാത്രം മതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ള അവൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു പാനിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ആവുകയൊന്നും വേണ്ട. കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു ഇത് മതി. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പീരയുടെ ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റുന്നിടം വരെ അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റാം. അതൊന്ന് വഴന്ന് വരുന്ന സമയം നമ്മൾ 1 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഏത്തക്കയൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി വന്നാൽ മതിയാവും. അങ്ങനെ ഏത്തക്കയും ഇട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന ആ അവലും തേങ്ങയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കണം. ഏത്തക്ക വഴുന്നത് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ അതേ പാനിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ്, 1/2 കപ്പല്ല 3/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ആ മെൽറ്റായ ശർക്കരയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ അവലിൻ്റെ മിശ്രിതം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് കുറുകി പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയം നമ്മൾ ഏത്തക്കയുടെ ആ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു നെയ്യ് പുരട്ടി ഒരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആ പാനിലേക്കൊന്ന് വെച്ച് ഒന്ന് സെറ്റാക്കി 1 മണിക്കൂറോളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. ഹെൽത്തിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. വളരെ ടേസ്റ്റാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന. അത്രയ്ക്ക് നല്ല സിമ്പിളായ ഒരു ഐറ്റമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.